കോഴിക്കോട് ലീഗ് യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് യോഗത്തിലാണ് കയ്യാങ്കളി ഉണ്ടായത്. മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു തർക്കം. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, ഈ തർക്കത്തിൽ ആരൊക്കെയാണ് ചേരിതിരിഞ്ഞ് നിന്നത്? പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? നേതൃത്വം ഇടപെടേണ്ടി വന്നോ? ദിവിഷ് മണി, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. MK മുനീർ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന സൂചനകളുണ്ട്. എന്നാൽ അതിനൊത്ത് കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ആക്ഷേപവുമുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള 9 പേർ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ യോഗം ചേർന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ പന്നിയങ്കര, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പന്നിയങ്കര വാർഡിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടിരുന്നു. അന്നത്തെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള മണ്ഡലം ജനറൽ സെക്രട്ടറി ആ സീറ്റ് ചോദിച്ചു വാങ്ങിയതായിരുന്നു. എനിക്ക് അവിടെ തന്നെ പന്നിയങ്കര വാർഡിൽ മത്സരിക്കണമെന്ന് ആവശ്യമറിയിച്ച് അവിടെ മത്സരിച്ചതാണ്. പക്ഷെ അവിടെ BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഈ മണ്ഡലം ജനറൽ സെക്രട്ടറി ഈ മണ്ഡലത്തിലേക്ക് മറ്റു പ്രവർത്തനങ്ങൾക്കോ മറ്റും വന്നിട്ടില്ല എന്ന ഒരു ആക്ഷേപവും ഒക്കെയുണ്ട്. അങ്ങനെ എന്നാൽ MK മുനീർ ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ മുനീറിനെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം മണ്ഡലത്തിലില്ല, അങ്ങനെ ഒരു കമ്മിറ്റി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ഇതിനെ ചൊല്ലിയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ അവിടെ വാക്കേറ്റവും തർക്കവും ഒക്കെ ഉണ്ടായത്. മണ്ഡലം സെക്രട്ടറിയും അതുപോലെ തന്നെ മണ്ഡലം വൈസ് പ്രസിഡന്റും തമ്മിലൊക്കെയാണ് ആദ്യഘട്ടത്തിൽ തർക്കമുണ്ടായത്. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് പോയി. അവിടെയുള്ള കസേരകൾ പൊട്ടിച്ച് എറിയുന്ന അവസ്ഥയുണ്ടായി. വില കൂടിയ മൊബൈൽ ഫോണുകളടക്കം ഈ തർക്കത്തിനിടയിൽ നശിച്ചിട്ടുണ്ട് എന്നാണ് സൗത്ത് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ വലിയ പ്രശ്നമായി എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത് കോഴിക്കോട് സൗത്ത് മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് നൂർബിന റഷീദിനെ അവിടെ കൊണ്ടുവന്ന് വലിയ പ്രചാരണമൊക്കെ നടത്തിയെങ്കിൽ പോലും INL അവിടെ വലിയ സ്വാധീന ശക്തിയായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ക്ഷീണം കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ സമയത്താണ് വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയ്ക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പന്നിയങ്കര വാർഡിൽ BJP ജയിക്കുകയും അത് വലിയ വിവാദത്തിലേക്ക് മുസ്ലിം ലീഗിനിടയിൽ ചെറിയ പ്രാദേശികമായ വിഷയങ്ങൾ ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതിനുശേഷം ആ തോൽവിക്ക് ശേഷം